കാർഗിൽ വിജയ് ദിവസത്തിന്റെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി കരസേനാ മേധാവി വ്യക്തമാക്കി. സമാധാനത്തിനും ശാന്തിക്കുമുള്ള അവസരങ്ങൾ പാകിസ്ഥാന് നൽകി. പാകിസ്ഥാൻ പക്ഷേ അത് വിനിയോഗിച്ചില്ല എന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കുകയും ചെയ്തത്. പഹൽഗാമിൽ കണ്ടത് പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ പ്രവർത്തനമാണെന്നും അതിനുള്ള മറുപടിയായാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കരസേനാ മേധാവി വ്യക്തമാക്കുകയും ചെയ്തു. ഇനി അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഭീകരത ഉണ്ടാകുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കുകയും ചെയ്തു. ऑपरेशन सिंदूर के दौरान भी भारतीय सेना ने उसी अदम्य साहस और दृढ़ संकल्प के साथ पाकिस्तान समर्थित टेररिस्ट इंफ्रास्ट्रक्चर को निशाना बनाया और पाकिस्तान की अन्य आक्रामक कार्रवाइयों को प्रभावशाली ढंग से विफल करते हुए एक निर्णायक जीत हासिल की. രാവിലെ 9 മണിയോടുകൂടിയാണ് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ ഈ കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായുള്ള വാർഷികത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ ആരംഭിച്ചത്. ചടങ്ങിലെ മുഖ്യ അതിഥി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവിയായിരുന്നു. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയും അതുപോലെ തന്നെ കരസേനാ മേധാവിയും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. 2 ദിവസം നീണ്ടു നിന്നിരുന്ന പരിപാടികളായിരുന്നു കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ടായിരുന്നത്. കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് മിശ്രനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.